ഹലോ, അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുന്നേ ഇൻഷുറൻസിൻ്റെ ഒരു വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് കുറേ പേരല്ല കേട്ടോ, കുറച്ച് പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വെറുതെ ഒരു ഇൻഷുറൻസ് കമ്പനീനെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കരുത്, അങ്ങനെയൊന്നുമല്ല, നിങ്ങളുടെ അടുത്തുള്ള എന്തെങ്കിലും ഫാൾട്ട് കൊണ്ടാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടാത്തത്, സ്റ്റാർ ഹെൽത്ത് അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അല്ല, അങ്ങനെ കുറേ മെസ്സേജും കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലുള്ള തന്നെ കുറച്ച് അവയർനെസ് തരാനും അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ, വലിയ പ്രമുഖന്മാർ, എനിക്ക് കുറേ അത് മെയിൽ വഴിയും അങ്ങനെ കുറേ പേര് അങ്ങനെയും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി, നിങ്ങൾ അതിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കാണും, ഇതിൽ ഇത്ര പ്രശ്നം വന്നു കാണും, അങ്ങനെ കുറേ പേര്. അന്ന് എനിക്കറിയില്ല, അന്ന് പിന്നെ കുറേ പേര് പറഞ്ഞു നിങ്ങൾ വക്കീലല്ല, നിങ്ങൾ കൺസ്യൂമർ കോർട്ടിൽ പൊക്കൂടെ എന്ന്. ഞാൻ അപ്പോഴും പറഞ്ഞു, ഞാനൊരു സാധാരണ ആളാണെങ്കിൽ, ഒരു സാധാരണ ഒരാൾക്കാരുടെ കാര്യത്തിൽ അങ്ങനെയാണ് ഞാൻ സംസാരിക്കുന്നത്. പെട്ടെന്ന് ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുക, അപ്പം എന്നിട്ട് നേരെ കൺസ്യൂമർ കോടതിയിൽ ഇനി ഇതിൻ്റെ കേസായിട്ട് കുറച്ച് നാൾ നടക്കുക, അങ്ങനെയാണോ വിചാരിക്കുക? അല്ലല്ലോ. പിന്നെ ഞാനൊരു കാര്യം പറയാം, സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ പക്കാ ഫ്രോഡാണ്. ഫ്രോഡ് എന്നല്ലാതെ വേറെ ഒരു വാക്കും എനിക്ക് പറയാനില്ല, ഒന്നും എനിക്ക് പറയാനില്ല. അവർ അത്രയും ഫ്രോഡാണ്. അവർ നമ്മളെല്ലാ വർഷവും അവർക്ക് പേയ്മെൻറ്റ് അടയ്ക്കുക, അവർ പിന്നെ എന്ത് ചെയ്യുക, നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് ഒരിക്കലും ഇല്ലാത്ത എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ്, നമ്മൾ ജനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വയറ് കിടക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും തുമ്മൽ വന്നിട്ടുണ്ടോ, അതിൻ്റെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ജനിച്ചിട്ട് ഫസ്റ്റ് നമുക്ക് എന്താ അസുഖം വന്നത്, ഫസ്റ്റ് വന്ന അസുഖം അന്ന് ഡോക്ടർ കാണിച്ച പ്രിസ്ക്രിപ്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ബില്ലുകളുണ്ടോ, അങ്ങനെയുള്ള പോലത്തെ അത്രയും ലോജിക്കില്ലാത്ത കുറേ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളുമാണ് അവർ കണ്ടിന്യൂസ്ലി നമ്മളടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. വലിയ ചെറിയ എമൗണ്ടൊക്കെ ആണെങ്കിൽ അവർക്ക് പറ്റുമെങ്കിൽ, അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ മറ്റേ ഭിക്ഷ തരുന്ന പോലെ ചിലപ്പം തരുമായിരിക്കും. അല്ലാതെ ഒരിക്കലും അവരൊരു 5 പൈസ തരാൻ പോകുന്നില്ല. ഞാൻ എല്ലാവരും ഏറ്റവും പറയാം, സ്റ്റാർ ഹെൽത്തിന് ഇൻഷുറൻസ് എടുക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, എടുക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് അത് എടുക്കരുത്. ഭയങ്കര ഫ്രോഡാണെന്ന് പറഞ്ഞാൽ പക്ക ഫ്രോഡാണ്. അത് ഒരിക്കലും ഒരു രീതിയിലുള്ള സഹകരണം ഉണ്ടാവില്ല. പിന്നെ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു ഏജൻസി വഴി എടുത്തത്, പുള്ളിക്കാരനാണെങ്കിൽ അതിനേക്കാളും ഫ്രോഡാണ്. കോണ്ടാക്ട് ചെയ്താൽ പോലും പുള്ളിക്ക് അത് എടുക്കാൻ താല്പര്യമില്ല, പറയാൻ താല്പര്യമില്ല. നമ്മൾ പുള്ളിയുടെ വീട്ടിൽ നിന്ന് എന്തോ, അവരുടെ അടുത്ത് നിന്ന് എന്തോ എന്തെങ്കിലും ഫിനാൻഷ്യൽ സപ്പോർട്ട് ചോദിക്കുന്നത് പോലത്തെ ഒരു രീതിയിലുള്ള ആറ്റിറ്റ്യൂഡാണ് അവർക്ക് കണ്ടിന്യൂസ്ലി നമ്മളടുത്ത് ഉണ്ടാവുക. അപ്പം ഞാൻ നിങ്ങളടുത്ത് എല്ലാവരുടെ അടുത്തും പറയുകയാണ്, ഞാൻ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനങ്ങനെ മൊത്തത്തിൽ ഇതാക്കി പറയുന്നതല്ല, പക്ഷെ എൻ്റെ അനുഭവം എന്നുള്ള രീതിയിൽ ഇപ്പം ഞാൻ പറയാണ്, ഞാൻ മൊത്തത്തിൽ തന്നെയാണ് പറയുന്നത്. അതൊരു 100 പേരുണ്ടെങ്കിൽ അതിലൊരു 2 പേർക്കൊക്കെ കിട്ടിക്കാണും, ബാക്കിയുള്ള 98 പേർക്കും കിട്ടാത്തത് തന്നെയാണ്. ബാക്കിയുള്ള എല്ലാവർക്കും ഈ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഒരുപാട് പേര് മെസ്സേജ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനത്തെ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ ആരെങ്കിലും ഇനി ഇൻഷുറൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് എടുക്കാതിരിക്കുക. അപ്പോൾ ശരി, ബൈ.